സൂരജ് ലാമയുടെ മരണത്തിൽ പോലീസിനും സിസ്റ്റത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പോലീസ് കൃത്യമായി നടപടിയെടുത്തില്ല. രാജ്യത്ത് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും അധികാരം ആവശ്യമാണെന്നും വിമർശനം. സൂരജ് ലാമയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമായി നെടുമ്പാശ്ശേരി SHO നേരിട്ട് ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. കളമശ്ശേരി HMTക്ക് സമീപം കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേത് ആണെന്ന് DNA പരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നു. നിതിൻ സേവ്യർ ചേരുകയാണ്. നിതിൻ, പോലീസിനെതിരെ ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നു. നെടുമ്പാശ്ശേരി SHOയോട് നേരിട്ട് ഹാജരാകണം എന്ന് കോടതി പറഞ്ഞ സാഹചര്യം എന്താണ്? ഈ കേസ് തുടക്കത്തിൽ തന്നെ ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോഴൊക്കെ തന്നെ പോലീസിനും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്കുമൊക്കെ തന്നെ വലിയ വിമർശനമായിരുന്നു കോടതി ഉന്നയിച്ചിരുന്നത്. ഇന്ന് ഏതായാലും ഈ കളമശ്ശേരി HMTക്ക് സമീപം കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള DNA പരിശോധനാ ഫലം പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഹൈദരാബാദിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് സൂരജ് ലാമ തന്നെയാണ് എന്ന് കണ്ടെത്തിയത്. സൂരജ് ലാമയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മകൻ സാൻജോൺ ലാമ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയിരുന്നു. വിസ കാലാവധി കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി കുവൈറ്റിൽ നിന്ന് നാട് കടത്തപ്പെട്ട ലാമ ഒക്ടോബർ 4-നായിരുന്നു കൊച്ചിയിലെത്തുന്നത്. പിന്നീട് നവംബർ 30-നാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്നും ഒരു കുറ്റിക്കാട്ടിൽ നിന്നും കളമശ്ശേരി HMT ഭാഗത്ത് കണ്ടെത്തുന്നത്. ഇതിൽ വലിയ വിമർശനമാണ്. പ്രത്യേകിച്ച് രാജ്യത്ത് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും പവർ ആവശ്യമാണ് എന്നാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഈ തുടക്കത്തിൽ വലിയ തോതിലുള്ള വീഴ്ച പോലീസിനും മെഡിക്കൽ കോളേജിലും ഇദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴും പിന്നീട് കളമശ്ശേരി ഭാഗത്ത് ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് മകൻ പരാതി കൊടുത്ത ശേഷവും ഈ പോലീസ് സ്റ്റേഷന് മൂക്കിന് തുമ്പിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം പോലീസിന് ലഭിക്കുന്നതൊക്കെ. അപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിനും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകാർ തുടക്കത്തിൽ കാണിച്ചതൊക്കെ വലിയ അനാസ്ഥയും വീഴ്ചയുമാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തുടക്കം മുതൽ തന്നെ ഇതിൽ വലിയ തോതിലുള്ള വിമർശനം കോടതി ഉയർത്തുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഈ പരിശോധനാ ഫലം DNA പരിശോധനാ ഫലം അത് സൂരജ് ലാമയുടെ തന്നെ മൃതദേഹമാണെന്ന് ഉറപ്പുവരുത്തുകയാണ്. ഈ സമയത്താണ് കോടതി വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ നെടുമ്പാശ്ശേരി SHO നേരിട്ട് കോടതിയിൽ ഹാജരാകി വിശദീകരണം നൽകണമെന്നുമാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്.